വിശുദ്ധമായ റജബ് ഇന്ന് 30ാമത്തെ ദിവസമാണ്. ഇന്നലെ വിശ്വാസയോഗ്യമായ നിലയിൽ നമുക്ക് പിറ കണ്ടു എന്ന വാർത്ത കിട്ടാത്തതിനാൽ നമ്മൾ ഇന്ന് റജബ് 30ആയി കണക്കാക്കി ഇന്നത്തെ മഗ്‌രിബോടുകൂടി ഇൻഷാ അള്ളാഹ് പരിപാവനമായ ശഅബാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു 5 കൂട്ടം കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇൻഷാ അള്ളാഹ് വിശദമായി തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. പരിപാവനമായ ശഅബാനിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ ഇതാ പ്രവേശിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ശഅബാൻ 1 മുതൽ 30 വരെ ശഅബാൻ ഓരോ ദിവസവും നമ്മൾ കൃത്യമായി നിത്യമായി മനസ്സിലാക്കേണ്ട, ചെയ്യേണ്ട, പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണേ, ജീവിതത്തിൽ അമൽ ചെയ്യണേ. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്വലാത്ത് പഠിക്കുകയാണ്. നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാനും പ്രശ്നങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാനും അതുപോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടാനും ഈ സുന്ദരമായ മാസത്തിൽ ഇൻഷാ അള്ളാഹ് ഈ മാസത്തിൻ്റെ അവസാനം വരെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് ഏതാണ്, അത് എങ്ങനെയാണ് ഓതേണ്ടത് വിശദമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹു തആല പരിപാവനമായ ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. ഇനി വരാനിരിക്കുന്ന റമളാൻ, അല്ലാഹുവേ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ആ റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ആ നന്മകളെല്ലാം കണ്ണുകൊണ്ട് കണ്ട് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും റബ്ബേ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 30ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ റജബ് 29 ഇന്നലെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടു എന്ന വിശ്വാസയോഗ്യമായ വിവരം കിട്ടാത്തതിനാൽ നമ്മൾ ഇന്ന് ഫെബ്രുവരി 11 ഞായറാഴ്ച റജബ് മാസം 30ആയി നമ്മൾ കണക്കാക്കുകയാണ്. നാളെ ഇൻഷാ അള്ളാഹ് പരിപാവനമായ ശഅബാൻ 1 അതായത് ഇന്നത്തെ മഗ്‌രിബോട് കൂടി ശഅബാൻ 1 രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച രാവ്, അതായത് ശഅബാനിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ തിങ്കളാഴ്ച ഒരു ദിവസമാണ്. അതും വലിയൊരു ശ്രേഷ്ഠതയാണ്, അത് വലിയൊരു കൗതുകമാണ്. അല്ലാഹു തആല നമ്മൾ ഈ സമയങ്ങളിലൊക്കെ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മൾ ഇനി പ്രത്യേകം പിറ കാണാനൊന്നും നിൽക്കണ്ട. ഇന്നത്തെ മഗ്‌രിബോട് കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ശഅബാൻ 1 പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പിറ കണ്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ മാസം പിറന്നാലുള്ള ദുആ അത് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാ. ആ ദുആ നമ്മൾ ഒരു വട്ടം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്തുൽ വാഖിഅ, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തു തബാറക അത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് ഇനി വരുന്ന ഒരു മാസം നമ്മുടെ കൈപ്പിടുത്തമാണ്. ഇനിയുള്ള ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരാനുള്ള ഒരു മുൻകൂർ ജാമ്യം നമ്മൾ എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ദുആകളൊക്കെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 5 പ്രത്യേകതകളാണ്. ശഅബാൻ മാസത്തെപ്പറ്റി നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണത്? ശഅബാൻ മാസം അശ്രദ്ധമായി പോകുന്ന മാസമാണ് എന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ശഅബാൻ അശ്രദ്ധമായി പോകും. കാരണം ഈ റജബ് മാസം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഈമാനാണ്. റജബ് വരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അതൊക്കെ കേൾക്കുമ്പോൾ ആമീൻ ആമീൻ എന്നൊക്കെ ഈ പള്ളികളിലെ ആളുകൾ ഇങ്ങനെ വലിയ ഒച്ചെടുത്ത് ദ്വാരക്കാറുണ്ട്. പിന്നെ റജബ് ഇങ്ങനെ കുറഞ്ഞു ഓരോ ദിവസം കഴിയുമ്പോൾ വന്ന് അവസാനം റജബ് 27 അല്ലെങ്കിൽ റജബ് 28, 29 ആകുമ്പോൾ പിന്നെ ആമീൻ ആമീൻ പതിയെയായി മാറി. കാരണം ആ ആദ്യത്തെ ആവേശമില്ല. പിന്നെ ശഅബാൻ ആകുമ്പോൾ പിന്നെ പഴയ ആവേശമൊക്കെ കുറഞ്ഞ് പിന്നെ റമളാൻ ആകുമ്പോൾ പിന്നെ ഒരു കയറ്റമാണ്.
അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. റജബിൽ നമ്മൾക്കുണ്ടായ ആ ഈമാനികമായ ആവേശം ഷഅബാനിൽ ഒന്നുകൂടി കൂടി റമദാനിൽ ഏറ്റവും ഉന്നതിയിലെത്തേണ്ട ഒരു രൂപത്തിലായിരിക്കണം നമുക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും അതുപോലെ ഷഅബാൻ മാസത്തെ ഒന്ന് പരിഗണിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ ഒരു 5 കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഷാ അല്ലാഹ് ഷഅബാൻ മാസത്തിൻ്റെ ഒരു 5 പ്രത്യേകതകൾ നമ്മൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തേത്, ഷഅബാൻ മാസത്തിൻ്റെ പേര് തന്നെ ചില പ്രത്യേകതയുള്ള പേരാണ്. ഷഅബാൻ, അതായത് 5 അക്ഷരങ്ങളാണ് അല്ലാഹു തആല ഈ ഷഅബാൻ മാസത്തിൻ്റെ പേരിന് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ഷീനാണ്. ഒന്നാമത്തേത് ഷീൻ. ഷീൻ എന്ന് പറയുന്ന അക്ഷരം അത് എന്തിനെ അറിയിക്കുന്നത്? മിനശ്ശറഫ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. അതായത് ഈ ഷഅബാൻ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദരവും ബഹുമാനവും ഉണ്ടാകുന്നതാണ് എന്ന ഒരു സന്തോഷ വാർത്തയാണ് ഈ ഷഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ അക്ഷരമാകുന്ന ഷീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ഐനാണ്. ഷഅബാനിൻ്റെ രണ്ടാമത്തെ അക്ഷരം ഐനാൻ. ഐൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഉന്നതിയാണ്, അല്ലേ? ഉയർച്ച, ഉന്നതിയാണ്. മൂന്നാമത്തെ അക്ഷരം ബാ ആണ്. ബാ എന്ന് പറഞ്ഞാൽ ബിറുള്ള, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുണം, രക്ഷ, അതിനെയാണ് അറിയിക്കുന്നത്. നാലാമത്തെ അക്ഷരമാകുന്ന അലിഫ്, ഷഅബാ എന്ന് പറഞ്ഞ ആ അലിഫാണ്. അലിഫ് എന്ന് പറഞ്ഞാൽ ഉൽഫത്ത്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇണക്കത്തെയാണ്. നൂൻ, നൂൻ എന്ന് പറഞ്ഞാൽ നൂറുള്ള, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രേഷ്ഠതയും ഉന്നതിയും ഗുണങ്ങളും അതുപോലെ ഇണക്കവും പ്രകാശവും, ഈ 5 വലിയ നന്മകൾ ചേർന്ന മാസമാണ് ഷഅബാൻ. അതുകൊണ്ട് ആ ഷഅബാനിൻ്റെ ഈ വലിയ ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഷഅബാൻ മാസത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്, അല്ലേ? റജബ് മാസത്തെ നമ്മൾ ആദരിച്ചു, ബഹുമാനിച്ചു, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. അതിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കണം ഷഅബാനിൽ. നമ്മൾ റജബിൽ നോമ്പ് പിടിച്ചവരാണ്, സുന്നത്ത് നോമ്പൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഷഅബാനിൽ ഒന്നുകൂടി നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയാൽ ഖൈറാണ്. പ്രത്യേകിച്ച് നാളെ തിങ്കളാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ തിങ്കളാഴ്ചത്തെ സുന്നത്തായ നോമ്പ് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതുപോലെ തന്നെ ഷഅബാൻ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതുപോലെ റമളാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ, ഖളാ ആയി പോയ ഒരു നോമ്പും ഞാൻ ഇതിൻ്റെ കൂടെ ഖളാ വീട്ടുന്നു, പിടിച്ചു വീട്ടുന്നു എന്ന് നമുക്ക് നിയ്യത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറുണ്ടാവാൻ, തുഫ്തഹു ഫീഹിൽ ഖൈറാത്ത്, എല്ലാവിധത്തുള്ള ഖൈറുകളും ഉണ്ടാവാൻ ഈ ഷഅബാൻ മാസം കാരണമാവണം. ദുആക്ക് ഇജാബത്തുള്ള, ഖബൂലിയത്തുള്ള ഒരു മാസമാണ് ഷഅബാൻ മാസം. അതുകൊണ്ട് ഒരുപാട് കണ്ട് ദുആരക്കുക. അപ്പോൾ ഒന്നാമത്തേത് ഷഅബാൻ മാസത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകതയാണ്. രണ്ടാമത്തേത് തുനസ്സലു ഫീഹിൽ ബറകാത്ത്, ഈ ഒരു മാസത്തിലാണ് അല്ലാഹു തആല ബറക്കത്ത്, റജബിനേക്കാൾ കൂടുതൽ ബറക്കത്ത് അല്ലാഹു തആല വെച്ചിട്ടുള്ളത് ഷഅബാനിലാണെന്നാണ്. പക്ഷെ പല ആളുകൾക്കും അറിയില്ല, പല ആളുകളും ചോദിക്കാൻ മടിക്കുകയാണ്. ഷഅബാൻ മാസം, ആ ഷഅബാൻ മാസം ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഉസ്താദ് പൊന്നു ഉസ്താദ് ഇപ്പോൾ ബറക്കത്ത് അതൊക്കെ കിട്ടിയിട്ട് ഇപ്പം എന്താ എന്നൊക്കെ പറയാൻ. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നിലനിന്ന് കിട്ടുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുക. നിലനിന്ന് കിട്ടുക, നമ്മുടെ കച്ചവടം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ മറ്റ് സാമ്പത്തികമായ സ്രോതസ്സുകൾ, ഇതെല്ലാം എന്താണ്? അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഈ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടുക, നിലനിന്ന് കിട്ടുന്നതോടൊപ്പം തന്നെ അതിൽ നിന്നും നമുക്ക് നന്മയുണ്ടാവുക, ഇതാണ് ബറക്കത്ത്. അപ്പോൾ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കുക. നഷ്ടപ്പെട്ടു പോകുന്ന 3 കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന 3 കാര്യങ്ങളുണ്ട്. ബറക്കത്ത് കിട്ടാൻ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ എന്ത് ചെയ്യുക? പരസ്പരം സലാം പറയുക. അതെന്താണ്? ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ കാരണമാണ്. സലാം, അഫ്ശുസ് സലാമ ബൈനക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കണ്ടവരോടൊക്കെ നമുക്ക് പരിചയമുണ്ടോ ഇല്ലയോ നോക്കണ്ട, മുസ്ലിമാണോ എങ്കിൽ സലാം പറയുക, സലാം വ്യാപിപ്പിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതെന്താണ്? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ കാരണമാണ്. രണ്ടാമത്തേത്, കുടുംബ ബന്ധം ചേർക്കുക. അതെന്താ? നമ്മുടെ ജീവിതത്തിൽ ഖൈറും സലാമത്തും ബറക്കത്തും ഏറ്റിയേറ്റ് നൽകുന്നതാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സ്വഹാബിമാരോടൊരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ നബി തങ്ങൾ ഒരു അല്പസമയം മിണ്ടാതെ നിന്നു. ഒരല്പസമയം മിണ്ടുന്നില്ല. അപ്പോൾ സ്വഹാബിമാർക്ക് മനസ്സിലായി നബി തങ്ങൾക്ക് വഹി ഇറങ്ങുന്നതാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു 1-2 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരം തുടർന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞത്, നമ്മുടെ ഈ കൂട്ടത്തിൽ ഏതോ ഒരാൾ കുടുംബ ബന്ധം മുറിച്ചവനാണ്.
കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സദസ്സിൽ നിന്നും കുടുംബ ബന്ധം മുറിച്ച ആളുണ്ടോ, അയാൾ എഴുന്നേറ്റ് പോകുക. കാരണം അയാളുള്ള ഈ ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരാൻ മടിക്കുകയാണ്. അത്രമാത്രം ഗൗരവമാണേ. നമ്മൾ വലിയ നിസ്കാരക്കാരൻ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് നിസ്കരിക്കും. നിസ്കാരത്താഴുമ്പോൾ പപ്പടത്തിൻ്റെ വട്ടത്തിൽ ഇവിടെ ഉണ്ടാകും. ഭയങ്കര ദിക്റും തസ്ബീഹും ദുആയൊക്കെ ആയിരിക്കും. പക്ഷേ ഉമ്മാനോട് മിണ്ടൂല, വാപ്പാനോട് മിണ്ടൂല, ഭാര്യയോട് മിണ്ടൂല, ഭർത്താവിനോട് മിണ്ടൂല. അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം പിണക്കത്തിലാണ്. കുടുംബബന്ധം മുറിക്കുന്നവരെ എന്തോ നിസ്സാര പ്രശ്നങ്ങൾക്കാണ്. എന്തോ അവർ പലപ്പോഴും ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞ് നമ്മളോട് മിണ്ടാൻ ആഗ്രഹിക്കുന്നു, നമ്മളോട് മിണ്ടുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് വലിയ ഗർവ് കാണിച്ച് വലിയൊരു പൊങ്ങച്ചം കാണിച്ച് നിൽക്കുന്നു. നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ ഒരു കൂട്ടത്തിൽ, സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ കുടുംബബന്ധം മുറിച്ച ആളുണ്ട്. അയാൾ എഴുന്നേറ്റ് പോവാതെ റഹ്മത്തിൻ്റെ മലക്ക് ഈ സദസ്സിലേക്ക് വരില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബിമാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ആരും എഴുന്നേൽക്കുന്നില്ല. എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ഏറ്റവും പുറകിൽ നിന്നും ഒരു സ്വഹാബി വേഗത്തിൽ പള്ളിയിൽ നിന്ന് ഓടിപ്പോയി. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സ്വഹാബി തിരിച്ച് പതിയെ ആ പള്ളിയുടെ ഏറ്റവും പുറകിൽ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്താണ് മഹാനായ അബൂ ഹുറൈറ തങ്ങളിരുന്നു. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പതിയെ ആ സ്വഹാബിയോട് ചോദിച്ചു, നീ എന്തിനാ പോയത്? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നബി തങ്ങൾ പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ച ആരോ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ട് റഹ്മത്തിൻ്റെ മലക്ക് വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ആ കുടുംബ ബന്ധം മുറിച്ച ആൾ ഞാനായിരുന്നു. ഞാൻ എൻ്റെ ഉമ്മയുടെ അനുജത്തി, എൻ്റെ എളീമയുമായിട്ട് ചെറിയൊരു പിണക്കത്തിലായിരുന്നു. ഞാൻ അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരുടെ കൈ പിടിച്ചു പൊരുത്തം ചോദിച്ചു. ഞങ്ങൾ പരസ്പരം സലാം പറഞ്ഞു, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞു, റഹ്മത്തിൻ്റെ മലക്കുകൾ ധാരാളം ഈ സദസ്സിലുണ്ട് എന്ന്. ഇതൊരു വലിയൊരു ചരിത്രത്തിൻ്റെ ചുരുക്ക ഭാഗം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഖൈറും സമാധാനവും വലിയ റാഹത്തും ഒക്കെ ഉണ്ടാവാൻ കുടുംബ ബന്ധം ചേർക്കുക. അത് നമ്മുടെ ഉമ്മയുടെ കുടുംബ ബന്ധം, വാപ്പയുമായിട്ടുള്ള എല്ലാവരോടുമുള്ള കുടുംബ ബന്ധം, ഭാര്യയുടെ മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ മാതാവ്, എല്ലാവരോടും കുടുംബ ബന്ധം ചേർക്കുക. അതെന്താണ്? ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ കാരണമാണ്. മൂന്നാമത്തേത് ഭക്ഷണം കൊടുക്കുക. ഇതെന്താണ്? ബറക്കത്ത് നിത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷണം, ഭക്ഷണം ഭക്ഷിപ്പിക്കുക, അത് വലിയ പ്രതിഫലമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ, ദീനിൽ വളരെയധികം പ്രതിഫലം വാരിക്കോരി കൂട്ടാൻ പറ്റിയ ഒരു അമലാണ് ഭക്ഷണം കൊടുക്കുക. അത് അറിയുന്നവർക്കും അറിയാത്തവർക്കും, വിശക്കുന്നവരാണോ അവർക്ക് ഭക്ഷണം കൊടുക്കുക. അതെന്താ? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ എന്തുണ്ടാകും? ബറക്കത്തില്ലായ്മ ഉണ്ടാകും. ചെയ്താൽ ബറക്കത്തുണ്ടാകും. അപ്പോൾ ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മൂന്നാമത്തേത്, പാപങ്ങൾ പൊറുപ്പിക്കുന്ന മാസമാണ്. അതുകൊണ്ട് പാപങ്ങൾ നമ്മൾ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് പൊറുപ്പിക്കാൻ പ്രത്യേകം തയ്യാറാവുക. അതായത് റജബ് മാസത്തിൽ നമ്മളൊരു അമൽ ചെയ്താൽ 70 കൂലിയെങ്കിൽ ശഅബാനിൽ അത് 700 അതിനപ്പുറവുമായി മാറും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ശഅബാൻ മാസത്തിലെ ചെറിയൊരു അമലിന് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കൂലിയാണ്. അപ്പോൾ അത് മറന്നു പോകരുതേ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ചെറിയ അമലാണ്, അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകരുത്. സുന്നത്താണ്. കാരണം ഈ മാസമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വലിയ സുന്നത്തുകൾ പ്രാവർത്തികമാക്കേണ്ട ഒരു മാസം കൂടിയാണ്. ശഅബാനു ഷഹ്രി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ശഅബാൻ അത് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മാസമാണ്. ആ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തേത്, ഇത് സ്വലാത്തിൻ്റെ മാസമാണ്. ഷഹ്റുസ്വലാ, സ്വലാത്തിൻ്റെ മാസമാണ്. നബിതങ്ങളോട് നിങ്ങൾ ബന്ധപ്പെട്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കണേ എന്നുള്ള സ്വലാത്തിൻ്റെ ആ ആയത്ത്, സ്വലാത്ത് അധികരിപ്പിക്കണമെന്നുള്ള ധ്വനിയുള്ള ആയത്തിറങ്ങിയ മാസമാണ്. മാത്രമല്ല ഈ ഷഫാഅത്ത് കിട്ടും നബിയെ, താങ്കളുടെ മേലിലുള്ള സ്വലാത്ത് അധികരിപ്പിച്ചാൽ ഷഫാഅത്ത് ആ മനുഷ്യന് കിട്ടുമെന്ന് അല്ലാഹു തആല നബിതങ്ങൾക്ക് വാക്ക് കൊടുത്തൊരു മാസമാണ്. അറിയാവുന്ന സ്വലാത്ത്, നമുക്ക് എത്രയോ സ്വലാത്ത് അറിയാം. ഇബ്രാഹിമിയ സ്വലാത്ത് അറിയാം, സ്വലാത്തു താജ്, സ്വലാത്തു തിബ്, സ്വലാത്തുൽ കൻസ്, സ്വലാത്തു ദവാമിയ, സ്വലാത്തുൽ ഫാത്തിമിയ, അതുപോലെ തന്നെ അദദു സ്വലാത്ത്, പിന്നെ ഞാരിയത്തു സ്വലാത്ത്, ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് സ്വലാത്ത് അറിയാം. ഓരോ ഉമ്മമാർക്കും ഒക്കെ അവരൊക്കെ ഈ മൻസിൽ എന്ന് പറയുന്ന ഒരു കിതാബുണ്ടല്ലോ, മൻസിൽ, അല്ലെങ്കിൽ 777 വക 7 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കിതാബുകൾ, മൗലൂദ് കിതാബും അതല്ലാതെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ കിതാബുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ അവരിങ്ങനെ ഓരോ സ്വലാത്ത് ഇങ്ങനെ ഓതി വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. അവരൊക്കെ നിത്യമായി ചൊല്ലുന്നവരാണ്. അൽഹംദുലില്ലാ, അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ അറിയാവുന്ന സ്വലാത്ത് ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും ഈ ശഅബാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകരുത്. അഞ്ചാമത്തേത്, റമളാനിൻ്റെ ആമുഖമാണ്. എന്ത്? റമളാനിൻ്റെ ആമുഖമാണ് ശഅബാൻ. ഇപ്പോൾ നമ്മൾ ഏത് ബുക്ക് എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ തുടക്കത്തിൽ ഒരു ആമുഖമുണ്ടാകും. ആമുഖം. വിശുദ്ധമായ ഖുർആൻ എടുത്താൽ ആ ഖുർആനിൻ്റെ ആമുഖമാണ് സൂറത്തുൽ ഫാത്തിഹ.
ഖുർആനിൻ്റെ ആമുഖമാണ് സൂറത്തുൽ ഫാത്തിഹ. അതായത് ആ ഖുർആനിൽ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്നതുപോലെ എല്ലാ ഗ്രന്ഥത്തിലും എന്തുണ്ടാകും? ഒരു ആമുഖമുണ്ടാകും. എന്നതുപോലെ റമളാൻ, പരിശുദ്ധമായ റമളാനിൻ്റെ ആമുഖമാണ് ഷഅബാൻ. അപ്പോൾ ഷഅബാൻ എന്ന് പറഞ്ഞാൽ അത് റമളാനിൻ്റെ ആമുഖമാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. ഈ ഷിഅബ് എന്ന വാക്കിൽ നിന്നാണ് ഷഅബാൻ എന്ന വാക്കുണ്ടായത്. ഷിഅബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൈവരി, ശിഖിരം എന്നൊക്കെയാണ്. അതായത് മുകളിലേക്ക് കയറിപ്പോവാനാണ് നമ്മൾ ഈ കൈവരി വെക്കുന്നത്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുമ്പോൾ, മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് ഈ കൈവരി വെക്കുന്നത്, അതിനകത്ത് പിടിച്ച് കയറാൻ. അപ്പോൾ റമളാനാകുന്ന ആ മുകളിലത്തെ നിലയിലേക്ക് ഷഅബാനാകുന്ന കൈവരിയുള്ള സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോവേണ്ടത്. അപ്പോൾ ദിക്റുകളും ദുആകളും സ്വലാത്തുകളും അതുപോലെ സുന്നത്തായ നോമ്പുകൾ, സ്വതക്കുകൾ, ഖുർആൻ പാരായണം, കുടുംബബന്ധം ചേർക്കുക, അതൊക്കെ നമ്മുടെ ഈ ഒരു മാസത്തിൽ ഉണ്ടാവൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ ഒരു സമയത്ത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന നമുക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും അതിശ്രേഷ്ഠമായ ഇസ്മു പറയാം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ എന്ന തൗബയുടെ വചനം നമ്മൾ അധികരിപ്പിക്കണേ. റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ അധികരിപ്പിക്കണേ. അതുപോലെ തന്നെ ഒരു വലിയ അതിശ്രേഷ്ഠമായ ഒരു സ്വലാത്താണല്ലോ സ്വലാത്തു തിബ്, അല്ലേ? സ്വലാത്തു തിബ് അത് നമുക്കറിയാം. സ്വലാത്തു തിബ്, ആ സ്വലാത്തു തിബ് അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാസം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും. അപ്പോൾ രോഗങ്ങൾക്കുള്ള വലിയ ശിഫയാണ് സ്വലാത്തു തിബ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വ ദവാഇഹാ വ ആഫിയത്തിൽ അബ്ദാനി വ ശിഫാഇഹാ വ നൂറിൽ അബ്സാരി വ ദിയാഇഹാ വ ഖൂത്തിൽ അർവാഹി വ ഗദാഇഹാ എന്നും പറയാം. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വഅല ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്താ പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒരു പ്രാവശ്യം കൂടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തുൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അപ്പോൾ ഈ സ്വലാത്തുകളൊക്കെ അധികരിപ്പിക്കുക. ദുആ ദിക്റൊക്കെ ഉണ്ട്. നമുക്ക് അതിശ്രേഷ്ഠമായ ഒരുപാട് ദിക്റുകൾ പറയാനുണ്ട്. അതുപോലെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകളൊക്കെ പറഞ്ഞിട്ട് ദുആരക്കുക. ഷഅബാൻ അത് നമുക്ക് അനുകൂലമായി മാറണം. പിന്നെ സാധാരണയൊക്കെ ഈ ഷഅബാൻ മാസമൊക്കെ ആകുമ്പോൾ നനച്ചുകുളി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതിപ്പോൾ ഉമ്മമാർ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, നനച്ചുകുളി. അപ്പോൾ എന്താ നനച്ചുകുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുക, വീടുകളിലുള്ള പാത്രങ്ങൾ അതെല്ലാം പുറത്തേക്ക് ഇട്ട് നല്ലപോലെ കഴുകി ഉണക്കി വെക്കുക. അതുപോലെ തന്നെ റമളാനിലേക്കുള്ള അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ തയ്യാറാക്കി വെക്കുക. പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു വെക്കുക. പിന്നെ അതായത് റമളാൻ എന്ന് പറഞ്ഞാൽ പിന്നെ കടയിൽ പോകാൻ അത് വാങ്ങാൻ ഇത് വാങ്ങാനുള്ള മാസമായിട്ടല്ല നമ്മുടെ മുൻഗാമികൾ കരുതിയത്. അവർ റമളാനിലേക്ക് ഷഅബാനിലെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് റമളാൻ ഫുൾ ഇബാദത്താണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളതങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശാരീരികമായ നനച്ചുകുളി വേണം, ആത്മീയമായ നനച്ചുകുളി വേണം. ആത്മീയമായ നനച്ചുകുളിയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ താല്പര്യമുണ്ടാവണം. എന്നാൽ മാത്രമേ അതിനുള്ള തൗഫീഖ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവെ പടച്ചവനെ, ഈ പരിശുദ്ധമായ ഷഅബാൻ ഞങ്ങളിലേക്ക് വരികയാണ്, ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ. റഹ്മാനെ, കഴിഞ്ഞുപോയ റജബ് മാസം, ആ റജബിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ അല്ലാഹ്. ഇനി വരുന്ന റമളാൻ, ആ റമളാൻ മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ച് ഒരുപാട് നിനക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് കലിമ പറഞ്ഞ് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, എത്രയോ സഹോദരിമാരെ, സഹോദരങ്ങൾ, റബ്ബേ എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി സുഖവും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.